ബോസ് ഹൗസിലേക്ക് രതീഷ് കുമാർ തിരിച്ചെത്തിയത് സത്യത്തിൽ ചാലഞ്ചർ ആയാണോ? ഈ സംശയം പ്രേക്ഷകർക്കും മത്സരാർത്ഥികൾക്കും നിലവിലുണ്ട്. കാരണം ബിഗ് ബോസ് ഇതുവരെ രതീഷ് കുമാർ ചാലഞ്ചർ ആണോ വൈൽഡ് കാർഡ് ആണോ എന്നൊന്നും വ്യക്തമാക്കിയിട്ടില്ല. കുറച്ച് ദിവസം ഹൗസിൽ രതീഷ് കാണുമെന്നും അതുപോലെ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരാൻ ഒരു തോള് വേണമെന്ന് തോന്നുകയാണെങ്കിൽ രതീഷിനെ സമീപിക്കാമെന്നുമാണ് ലാലേട്ടൻ രതീഷ് ഹൗസിലേക്ക് തിരികെ വന്ന ശേഷം പറഞ്ഞത്. പുറത്തായ ഒരാളെ തന്നെ അകത്തേക്ക് വീണ്ടും കൊണ്ടുവരണമെങ്കിൽ അതിൽ കാര്യമായ ഉദ്ദേശം ഉണ്ടായിരിക്കുമെന്ന് ഉറപ്പാണ്. ഒന്നെങ്കിൽ മത്സരാർത്ഥികളെ പ്രൊവോക്ക് ആക്കുക എന്ന ഉദ്ദേശം, അല്ലെങ്കിൽ ഒരു ചേഞ്ച് കൊണ്ടുവരിക, വീട്ടിലെ അന്തരീക്ഷം മാറ്റുക എന്നതൊക്കെ ആയിരിക്കാം. എന്തായാലും എന്തൊക്കെയോ മനസ്സിൽ കരുതിയാണ് രതീഷ് വീടിനുള്ളിൽ എത്തിയിരിക്കുന്നത്. അക്കാര്യം ഉറപ്പിക്കുന്ന വിധത്തിലാണ് രതീഷ് മുന്നോട്ട് പോകുന്നതെന്നാണ് നിലവിൽ മനസ്സിലാവുന്നത്. മുമ്പുണ്ടായിരുന്ന ഗെയിമിൽ നിന്നും ചെറിയ മാറ്റങ്ങൾ വരുത്തിയാണ് ഇത്തവണ രണ്ടാം വരവിൽ രതീഷ് കളിക്കുന്നത്. മുൻപ് ആവശ്യമുള്ളതും അനാവശ്യമുള്ളതുമായ കാര്യങ്ങളിൽ ഇടപെട്ടാണ് രതീഷ് ഹൗസിൽ നിന്നിരുന്നത്. എന്നാൽ രണ്ടാം വരവിൽ മൊത്തത്തിൽ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. സൈലന്റായി ടാർഗറ്റ്, പ്രൊവോക്കിംഗ് ഇതൊക്കെ ചെയ്യേണ്ട രീതിയിൽ ചെയ്താണ് രതീഷ് മുൻപോട്ട് പോകുന്നത്. എന്തായാലും രതീഷ് ആദ്യം തന്നെ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് മെയിൻ ആൾക്കാരെ തന്നെയാണ്, മറ്റാരുമല്ല ഗബ്രിയും ജാസ്മിനും. കഴിഞ്ഞ ദിവസം രാത്രി ഗബ്രി ജാസ്മിനുമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് രതീഷ് ഇടപെടുന്നത്, അതായത് ഇടയിൽ കയറി സംസാരിക്കുന്നത്. സാധാരണ വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞാൽ ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള ഒരു ചർച്ച പതിവാണ്. അതിൽ കൂടുതലും ഇരുവരുടെയും റിലേഷനാണ് സംസാര വിഷയമാകാറുള്ളത്. ആസ് യൂഷ്വൽ ഈ രീതിയിലാണ് രണ്ടുപേരും സംസാരിക്കുന്നത്. ഇത് ശ്രദ്ധയിൽപ്പെട്ട രതീഷ് ഉടൻ തന്നെ ഇരുവർക്കും സമീപം വന്നിരുന്ന് സംസാരിക്കാൻ തുടങ്ങി. നിങ്ങൾ എന്താണ് സംസാരിക്കുന്നത് ഗബ്രു മോനെ കുട്ട എന്നൊക്കെ പറഞ്ഞ്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാവുന്നതുള്ളൂ പ്രൊവോക്കിംഗ് ആണെന്ന്. ഇതിനൊക്കെ മറുപടിയായി ഗബ്രി പറയുന്നത് സംസാരിക്കാനോ രാത്രിയിൽ അടിയുണ്ടാക്കാനോ താല്പര്യമില്ലെന്നായിരുന്നു. ഗബ്രി കലിപ്പിലാണെന്നും പിന്നെ സംസാരിക്കാമെന്നും പറഞ്ഞ് ജാസ്മിൻ മാക്സിമം അവിടെ നിന്ന് രതീഷിനെ പറഞ്ഞുവിടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും രതീഷ് ആ വഴിക്ക് പോയില്ല. രതീഷ് പോകാതെ അവിടെ തന്നെ ഇരിക്കുകയാണ് ചെയ്തത്. നമുക്കറിയാം, ബിഗ് ബോസ് സ്റ്റാർട്ടിങ് മുതൽ, അതായത് ഹൗസിൽ വന്ന് 2 ദിവസം പിന്നിട്ടപ്പോൾ മുതൽ ലവ് സ്ട്രാറ്റജി ഫോളോ ചെയ്ത് പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്ന 2 പേരാണ് ജാസ്മിനും ഗബ്രിയും. റിലേഷൻഷിപ്പ് എന്താണെന്ന് ചോദിച്ചാൽ അത് ഡിഫൈൻ ചെയ്യാൻ പോലും 2 പേർക്കും അറിയില്ല. സദാസമയം ഒരുമിച്ചുള്ള ഇരിപ്പ് തന്നെയാണ്. 2 പേരുടെയും കാട്ടിക്കൂട്ടലുകളും സംസാരമൊക്കെ കാരണം പ്രേക്ഷകരിലെ ഭൂരിഭാഗവും ഈ കോംബോയെ വെറുക്കുന്നവരാണ്. അത് കൃത്യമായി രതീഷിന് അറിയാവുന്നത് കൊണ്ടാണ് ഇരുവരും ഒരുമിച്ചിരുന്ന് കണ്ടന്റ് കൊടുക്കുന്ന രീതി ഒഴിവാക്കാനും അതുപോലെ തമ്മിൽ തല്ലിക്കാനും അകറ്റാനും രതീഷ് ശ്രമിക്കുന്നത്. കാരണം ഈ കോംബോ പൊളിച്ചു കഴിഞ്ഞാൽ രതീഷിന് പിന്നെ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. അമാതിരി അപ്രിസിയേഷൻ ആയിരിക്കും എല്ലായിടത്തു നിന്നും അദ്ദേഹത്തിന് ലഭിക്കുക. മറ്റൊന്ന്, നമുക്കറിയാം, ഒട്ടും പ്രതീക്ഷിക്കാതെ ഷോയിൽ നിന്നും പുറത്തുപോയ ആളാണ് രതീഷ്. സീസൺ സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ വീടിനകത്തും പുറത്തും സംസാര വിഷയമായ ഒരേ ഒരു പേര്. ആദ്യ ദിവസം മുതൽ തന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലുള്ള ഇടപെടലും മനഃപൂർവ്വമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കലുമാണ് ഇദ്ദേഹത്തിന് ഇത്രയും അറ്റൻഷൻ നേടിക്കൊടുത്തത്. സുരേഷ് കുമാറിനെതിരെയുള്ള ഗേ പരാമർശവും അതുപോലെ ജാൻമണിദാസിനെതിരെയുള്ള സെക്ഷൽ ഹറാസ്മെന്റ് ആരോപണമല്ല അദ്ദേഹത്തിന് തന്നെ വിനയായിരുന്നു. പ്രതീക്ഷിക്കാതെ പുറത്തുപോയ ഒരു വ്യക്തി എന്ന നിലയിൽ തിരിച്ചു വരുമ്പോൾ ആ ടൈം അദ്ദേഹം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ജാസ്മിൻ ഗബ്രി മാത്രമായിരിക്കില്ല, മറ്റു പലരെയും അദ്ദേഹം ടാർഗറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. എന്തായാലും 3 ദിവസത്തിനുള്ളിൽ രതീഷ് ജാസ്മിനിക്കിടയിൽ ഒരു വിള്ളൽ കൊണ്ടുവരുമെന്ന് അറിയാനായാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത്.